ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് ഈ പൂട്ടി ഇറങ്ങണമെന്നല്ല ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനി ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്കാണ്, അതായത് കുട്ടികളുടെ അമ്മയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഷൊർണൂർ കുളപ്പുള്ളിയിലേക്കാണ് കേട്ടോ. അപ്പം പോകുമ്പോൾ വഴി ഞങ്ങൾക്കൊരു പ്ലാനുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് സത്യരക്കയുടെ തട്ടുകട. ഇത് വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പൊറോട്ടയും ബീഫും ഫേമസ് ആണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ 1-2 വീഡിയോസ് കണ്ടിരുന്നു, അങ്ങനെ വന്നതാണ് കേട്ടോ. ഇതാ കുട്ടിയുടെ നല്ല തട്ടണുണ്ടോ, നല്ല ചൂടാണ്. ഞാൻ ഇങ്ങനെ കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല കൊതിയും വരുന്നുണ്ട്. നല്ല ചാറിൽ നല്ല അളിഞ്ഞ പൊറോട്ട ഇരിക്കുന്നത്. ചൂടാറിയപ്പോൾ ഞാൻ നല്ല തട്ടലങ്ങോട്ട് തട്ടി. ഇത് വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു. ഷൊർണൂർ കുളപ്പുള്ളിയിലാണ് വീട്. അവിടെ തമ്പുരു ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലീവില്ലാത്ത കാരണം ഞങ്ങൾ അമ്മയുടെയും അവിടെ കൂടെയും പോകാൻ കഴിഞ്ഞില്ല. അവർ രണ്ടുപേരും വിരുന്നിന് വന്നതാണ്. ഇപ്പോൾ നേരെ അമ്മയുടെ വീട്ടിലേക്കാണ്. വീടിന് പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതാണ് ഈ ഫ്രണ്ട്ലി ആൻറ്റി ഒക്കെ കൂട്ടിയിട്ടേക്കാൻ കാണുന്നത്. വല്യമ്മ, അമ്മ, അമ്മായി എല്ലാവരും നല്ല വർത്തമാനത്തിലാണ്. ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ അനിയത്തി സതിമേമ. മേമ ടീച്ചറാണ് കേട്ടോ. അതാണ് മേമയുടെ വീട്. ഞങ്ങൾ നടന്ന് കാണുകയാണ്. അവരാണെങ്കിൽ ഇങ്ങനെ വീട് ഞങ്ങളിങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ വോയിസ് പിന്നെ അവൾക്കും വോയിസ് എടുക്കണം, അവൾക്കും വ്ലോഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. ഇനി അവളുടെ വ്ലോഗ്സ് കേൾക്കാം കേട്ടോ. എന്തെങ്കിലും പറയാന്ന് ആയിട്ടില്ല അമ്മ. എന്തെങ്കിലും പറ അമ്മ. ഒന്നും പറയാല്ല അമ്പോ, സന്തോഷം. അവക്ക് താന്ത വിട്ട് നോക്കും. കുട്ടിയെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യടി, വീഡിയോ എടുത്തിട്ട്. ഞങ്ങൾക്ക് തിരികെ ചെന്നിട്ട് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അതിൽ തമ്പുരിന് ആകെ വിഷമമായിരിക്കണം. അവൾക്ക് അങ്ങനെ സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ല. അവൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന കാരണം പെട്ടെന്നൊരു ബുദ്ധിമുട്ട്. അങ്ങനെ അച്ഛനോട് പരാതിയും പരിഭവമൊക്കെ പറയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ.